Hi, good evening, guys. എൻ്റെ അഞ്ചാമത്തെ സെഷൻ ഓൺ ഫ്ലാഗ് ട്രേഡിംഗ് ചാലഞ്ചിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ മൂന്ന് സെഷൻ, ആക്ച്വലി ആദ്യത്തെ രണ്ട് സെഷൻ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയായിരുന്നു. ഒരെണ്ണം റെക്കോർഡ് ചെയ്തു, ബട്ട് മൈക്ക് ഓൺ അല്ലായിരുന്നു. ആൻഡ് പിന്നെ മൂന്നാമത്തെയും നാലാമത്തെയും സെഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തു, അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ആൻഡ് മൊത്തം നമ്മൾ 4 സെഷൻ കംപ്ലീറ്റ് ചെയ്തു. ട്രേഡിങ്ങിൻ്റെ 4 സെഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 3004ാമത്തെ സെഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 3660 രൂപയായിരുന്നു, സ്റ്റാർട്ടിംഗ് ഫ്രം 2500 rupees, ആൻഡ് വി ഹാവ് അച്ചീവ്ഡ് ഓൾമോസ്റ്റ് 3693 rupees. ഇപ്പം നിലവിൽ നമ്മുടെ ബാലൻസ് ഉണ്ട്. ഓക്കെ, 3693. സോ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചാലഞ്ച് ഒന്നുകൂടെ പറയാം. ഞാൻ ചാലഞ്ചസ് ഗ്രോയിങ് ദി അക്കൗണ്ട് ഫ്രം 2500 to 2 lakh ആണ് ഇൻ 100 സെഷൻസ്. ഓക്കെ, 100 ട്രേഡിംഗ് സെഷൻസ് ആണ്. സോ ഓരോ ട്രേഡിംഗ് സെഷനിലും ഞാനൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, 10% ടാർഗറ്റ്. ലോസ് എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല, മേ ബി വാഷ് ഔട്ട് ആയിരിക്കാം. ഓക്കെ, എത്തുമോ ഇല്ലെന്നുള്ള കാര്യം എനിക്ക് കൺഫേം അല്ല. ലൈക്ക് 2500 രൂപ എന്ന 25 ലക്ഷം ഒപ്പിക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യം തന്നെയാണ്. എനിവേ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ന്യൂ സെഷൻ 5 ഓഫ് 25 lakh ട്രേഡിംഗ് ചാലഞ്ച്. ഓക്കെ, ഞാനിവിടെ നോക്കുന്ന കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതാ കിട്ടുന്നത് നോക്കാം. ചില ചാർട്ട് ഇന്നലെ എടുത്ത ചാർട്ട് ചിലത് നോക്കാവുന്നില്ല. സോ നമുക്ക് റിവ്യൂ ചെയ്യേണ്ടി വരും. പകരം ഇന്നത്തെ ചാർട്ട് എടുക്കണം. USD 90% മുകളിലുള്ളത് എടുക്കാം. GBP, USD, GBR, USD-BR. ഓക്കെ, there we go. നമുക്കിതൊരു അപ്പ് ട്രെൻഡ് ട്രൈ ചെയ്യാം. ഓക്കെ, റീസൺ ഇതാണ്, ഒരു ഡൗൺ ട്രെൻഡിന് ഫോമിൽ കൊണ്ടുപോയി ഇവിടെ ഒരു നല്ല വിക്ക് ഫോം ചെയ്ത് ഗ്രീൻ കാർഡിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് മൈറ്റ് ഗോ അപ്പ് ടിൽ കൊണ്ട് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് നോക്കാം. സോ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 400 കോപ്പി ഇല്ലായിരുന്നു അല്ലേ, 3693. ഓക്കെ, 3693 ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ടാർഗറ്റ് ഈസ് 4026. സോ 4026 3693 പോയി കഴിഞ്ഞാൽ 333 ഈ സെഷനിൽ നമ്മൾ ട്രേഡിംഗ് ടാർഗറ്റ് എടുക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ലോസ് ആണ് വന്നേക്കുന്നത്. സോ ഐ വിൽ ഗോ ഫോർ മാർട്ടിക്കൽ ട്രേഡ്. ഡബിൾ ചെയ്ത് എമൗണ്ട് ഡബിൾ ചെയ്തു. ഓക്കെ, സോ ഫസ്റ്റ് ട്രേഡ് ലോസ് ആണ്, 100 രൂപ ലോസ്. ട്രേഡ് ഇപ്പോൾ കറന്റ് റണ്ണിങ് ആണ്. 200 രൂപ റിസ്ക് ചെയ്തിട്ടുണ്ട് ഇത്തവണ. Okay, it looks like profitable. ഈവൻ നല്ലൊരു ഗ്രീൻ കാൻഡിൽ ആണെങ്കിൽ പോലും ഒരു സെക്കൻഡ് മതി അത് തിരിച്ച് താഴെ ഈ കയറ്റം വീണ് താഴെ ഇറങ്ങാനായിട്ട്. ഓക്കെ, ഞാൻ ഇതിൽ തന്നെ ഒരു മുഴുമ രണ്ട് എടുക്കില്ല, പിന്നെ ആവുകയാണെങ്കിൽ ഒരു ഗ്രീൻ കൂടെ എടുക്കും. കാരണം ആ ഗ്രീൻ കാൻഡിൽ അത്യാവശ്യം നല്ല പൊട്ടൻഷ്യലുള്ള ഗ്രീൻ ആണ്. കാരണം റിവേഴ്സൽ റിവേഴ്സൽ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ഒരു അപ് ട്രെൻഡ് എടുത്തു. സോ ഫസ്റ്റ് ട്രേഡ് നമ്മൾ 100 രൂപ ഇട്ടു, ലോസ് ആയിട്ടുണ്ടായിരുന്നു. 100 രൂപ ലോസ് ചെയ്തു. രണ്ടാമത്തെ ട്രേഡ് നമ്മൾ 200 ഇട്ടു, 386 നമ്മൾ 200 റിസ്ക് ചെയ്തു, 386 റിട്ടേൺ കിട്ടി. സോ
ആദ്യത്തെ ലോസ് റിക്കവർ ആവുകയും ചെയ്തു. അഗെയിൻ 86 പ്ലസ് പോയിന്റ് പ്ലസ് കിട്ടുകയും ചെയ്തു. സോ മൂന്നാമത്തെ ട്രേഡ് നമ്മൾ 100 രൂപയാണ് ഇട്ടത്. ഒരു ഹൈ പോണം. ഓക്കെ കയറി ഇല്ലേ? ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. സോ അങ്ങനെ അടുത്ത ട്രേഡ് നാലാമത്തെ ട്രേഡ് നമുക്ക് പ്രോഫിറ്റ്, മൂന്നാമത്തെ ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് ചെയ്യും. സോ നമ്മുടെ കറണ്ട് പ്രോഫിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് 3872 3872 നമുക്ക് വരുന്നത് 4026 വേണ്ടത്. ഇത് സെഷൻ നമ്പർ 5 ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു another. ഓക്കെ. ഓക്കെ, ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടില്ല. എന്നതാണ് ഒരു അപ്റ്റം കൂടെ പെർഫോം ചെയ്യാം. ഒരു അപ്റ്റം നമുക്ക് DZT-യിലാണ് ട്രേഡ് എടുത്തേക്കുന്നത്, ഒരു പാങ് എടുത്തേക്കുന്നത്. പക്ഷെ എനിക്കത് ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടാണെങ്കിൽ പോവായിരുന്നു. പക്ഷേ ഇത് അത്രയ്ക്ക് വലിയ പോസിബിലിറ്റി ഒന്നുമില്ല. മേ ബി ഈ ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്ത് തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. എനിക്ക് 3 സ്റ്റെപ്പ് മുന്നോട്ട് കയറി പോകാൻ സാധ്യതയൊന്നും തോന്നുന്നില്ല. ഇത് ഇച്ചിരി റിസ്ക് ആണ്. രണ്ട് പേര് കണ്ടിന്യൂസ് ലോസ് അടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ലോസ് ആവാണ് ഞാനൊന്ന് മാറ്റങ്ങൾ ചെയ്യുന്നില്ല. 300 റിസ്ക് ഇടുക ചെയ്തു. ഇനിയിപ്പോൾ 300 റിസ്ക് ഇട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മാറ്റിക്കളിച്ച് കഴിഞ്ഞാൽ പരിപാടി. പക്ഷേ ഇനി മാറ്റിക്കളിച്ച് വേണമെങ്കിൽ നമ്മൾ മറ്റേ 600 റുപ്പീസെങ്കിലും ഇടണം. 600 ഇടുന്നത് അത്രയ്ക്ക് നല്ലതല്ല. ഓക്കെ, സോ ഐ തിങ്ക് ഇത് പ്രോഫിറ്റബിൾ ആയിരിക്കും. 8 7 6 5 ഓക്കെ. സോ ട്രേഡ് കംപ്ലീറ്റ് ആയി. അച്ചീവ്. വി ആർ ബാക്ക് ഓൺ ട്രാക്ക്. 3851 തിരിച്ചെത്തിയിട്ടുണ്ട്.
നമുക്ക് പതിയെ USD മാറാം. ഓക്കെ, നമുക്ക് മൂവ് ഓൺ ടു MST. ഓക്കെ, ഇവിടെ ഞാനൊരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും എടുക്കാൻ പോകും. റീസൺ നിലവിലെ ഡൗൺ സൈഡ് പുഷ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് ടൈം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഡൗൺ ആയിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ കെയർലെസ് മിസ്റ്റേക്ക് ആയിരുന്നു. പ്രോഫിറ്റ് അടിക്കുകയാണെങ്കിൽ പിന്നെ ആണെങ്കിൽ ഓക്കെ, ലക്ക് തന്നെയാണ്, പ്യൂർലി ലക്ക് തന്നെയാണ് കേട്ടോ. അത് ഞാൻ ആക്ച്വലി വിചാരിച്ച ഡൗൺ എടുക്കാനാണ് വിചാരിച്ചത്. സോ അത് ലോസ് ആയിട്ടുണ്ടാവുമായിരുന്നു. സെക്കൻഡ് അഗെയിൻ വി വിൽ ഗോ ഫോർ റെഡ് ക്യാൻഡൽ ഡൗൺ സൈഡ്. ഓക്കെ, അത് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ കിട്ടാവുള്ളൂ. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കാം. നമ്മൾ ഏകദേശം 3497 രൂപ, 3494 രൂപ, സോറി 3944 രൂപയുടെ പ്രോഫിറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ഇത് അപ്പ് ട്രൈ ചെയ്യാം. Next candle will be up. Okay. USD BRL ആണ്. ടാർഗറ്റ് 4026 രൂപയാണ്. അല്ലേ, ഇതെടുത്താൽ 193 അറൗണ്ട് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടാകും കേട്ടോ. ഈ ഒരു ട്രേഡ് കിട്ടുവാണെങ്കിൽ ഡിസിഷൻ കാൻഡിഡേറ്റ് മാറുന്ന തോന്നുന്നു. ബ്രേക്ക് ചെയ്യട്ടെ. ലോസ് ആയിരുന്നു. ഞാൻ അതൊക്കെ എടുക്കാൻ കാരണം ഈ ഹയർ ഹൈ ഫോം ആയതുകൊണ്ടാണ്. ഹയർ ലൈൻ ഫോം ആയതുകൊണ്ടാണ് നമ്മൾ അപ്പ് എടുത്തത്. ഈ ഹൈ വീണ്ടും ബ്രേക്കിന് മുകളിൽ കയറുന്നുള്ള പ്രതീക്ഷയാണ് എടുത്തത്. ഓക്കെ, went for one vertical step. Okay, now it's going. ഇതിന് മുന്നത്തെ സെഷൻ DSDക്കകത്ത് ചെയ്തതിനകത്തായിരുന്നു നമുക്ക് കുറച്ച് റിസ്ക് കൂടുതലായിരുന്നു. ഞാനത് പ്രതീക്ഷിച്ചില്ല അത്രയും അതിൻ്റെ ഡയറക്ഷനിൽ പോകുന്നില്ലായിരുന്നു. അവിടെ മാത്രമേ കൺഫ്യൂഷൻ വന്നില്ല. അഗൈൻ വി ആർ റൈറ്റ് ഓൺ ട്രാക്ക് ആണ്. സോ ബാക്ക്. ഓക്കെ, 4030 രൂപ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞു. നമ്മുടെ ടാർഗറ്റ് 3026 രൂപയാണ്. സോ ഇത് 5 സെഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ബാലൻസ് ഈസ് 4030 rupees. 4030 rupees. So finally we made it. Session 5 successfully completed. And thank you guys. Thank you for watching. Stay and keep watch my further sessions. Okay, ഇതിനകത്ത് ശരിക്കും നിങ്ങൾ ഇത് കണ്ടിട്ട് എളുപ്പമെന്ന് വിചാരിക്കരുത്. നമ്മൾ രണ്ട് കാര്യം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ട്രേഡിങ്ങിൽ ഏതാണെങ്കിലും, ഇത് ബൈനറി ഓപ്ഷൻസ് ആണെങ്കിലും, നോർമൽ ഓപ്ഷൻസ് ആണെങ്കിലും, ഇക്വിറ്റി ആണെങ്കിലും, എന്താണെങ്കിലും നിങ്ങൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഒരു കാരണവശാലും ആ ടോട്ടൽ എമൗണ്ട് വാഷൗട്ടായി പോയാലും നിങ്ങളുടെ ലൈഫിനെ ഒരു തരത്തിൽ ബാധിക്കാൻ പാടില്ല. അങ്ങനെയുള്ള എമൗണ്ട് മാത്രമേ നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ദ സെക്കൻഡ് തിങ്, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് സെഷനാണോ കയറിയിരിക്കാൻ, ട്രേഡ് ചെയ്യാൻ നോക്കുന്നത്,
ആ സെഷൻ ചെയ്യുന്ന സമയത്ത് യുവർ മൈൻഡ് ഷുഡ് ബി ഫ്രീ. ഓക്കെ, നിങ്ങൾ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് വെച്ചിട്ട് ഒരു കാരണവശാലും ട്രേഡ് ചെയ്യരുത്. ഈവൻ മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ട്രേഡ് ചെയ്ത് ഒരു ഒന്നോ രണ്ടോ ലോസ് കിട്ടുമ്പോഴത്തേനും അഗെയിൻ ലൈക്ക് റിവെഞ്ച് ട്രേഡ്സ് ഒന്നും എടുക്കാൻ പാടില്ല. ആക്ച്വലി മാർട്ടിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് റിവെഞ്ച് ട്രേഡ് തന്നെയാണ്, പക്ഷേ അതിലൊരു കൺട്രോൾ വേണം. നേരത്തെ ഞാൻ ചെയ്ത പോലെ നമുക്ക് ആദ്യത്തെ 2 ട്രേഡ് ലോസ് ആയി, മൂന്നാമത്തെ ട്രേഡ് ലോസ് ആവുകയാണെങ്കിൽ അഗെയിൻ മാർട്ടിങ്കിൾ. സോ ആദ്യം 100 ടു ദെൻ 200 റിസ്ക് ചെയ്തു, ദെൻ 300 റിസ്ക് ചെയ്തു, ദെൻ വി ഗോ ഫോർ 400 ഓർ 600. അങ്ങനെ ഒരിക്കലും പോകരുത്. അതിനൊരു ലിമിറ്റ് ഉണ്ടാവണം. ഓക്കെ, ലിമിറ്റ് ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ. ഓക്കെ, സോ ദിസ് ഇസ് മൈ ഇന്നത്തെ ടുഡേസ് ചാർട്ട്. ഓക്കെ, സോ ഇന്ന് നമ്മൾ എടുത്ത 7 ട്രേഡ് എടുത്തു. 7 ട്രേഡിൽ 57 പ്രോഫിറ്റബിലിറ്റി 57% ആയിരുന്നു. സ്റ്റിൽ നമ്മൾ ഓവറോൾ നമ്മുടെ പ്രോഫിറ്റിലെ $12 പ്രോഫിറ്റ് ലെവൽ ക്ലോസ് ചെയ്തു. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.